വെൽക്കം. തഹ്മനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ സ്ട്രെപ്റ്റോകോക്കൈ ബാക്ടീരിയയിൽ വരുന്ന രണ്ട് ബാക്ടീരിയ, ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആൻഡ് രണ്ടാമത്തെ സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റി. സോ ഇവയെ കുറിച്ചിട്ടാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കൈ, അതിന്റെ ടെസ്റ്റ്, മീഡിയ, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സ്ട്രെപ്റ്റോകോക്കൈ അതിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. സോ ഇവിടെ വി വിൽ സീ മോർ അബൌട്ട് സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആൻഡ് അഗലാക്റ്റി. പേര് സ്ട്രെപ്റ്റോകോക്കൈ ആണ്. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടും ഗ്രാം പോസിറ്റീവ് ആണ്. സോ ബോത്ത് ആർ ഗ്രാം പോസിറ്റീവ്. കോക്കൈ ആണ് പേരിൽ തന്നെ കോക്കൈ. രണ്ടിന്റെയും കോളനി അറേഞ്ച്മെന്റ് പെയേഴ്സിലാണ്. പെയേഴ്സ് ആൻഡ് ഇൻ ചെയിൻസിലാണ്. മറ്റേത് ഗ്രീപ്പ് ബണ്ടിൽ ലൈക്ക് ആയിരുന്നു സ്റ്റെഫലോകോക്കൈ. ഇവിടെ പക്ഷെ ചെയിൻ ലൈക്ക് ആണ്. ആൻഡ് രണ്ടും കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാറ്റലൈസ് പോസിറ്റീവ് ഏതായിരുന്നു? കാറ്റലൈസ് പോസിറ്റീവ് സ്റ്റെഫലോകോക്കൈ ആണ്. സ്ട്രെപ്റ്റോകോക്കൈ കാറ്റലൈസ് നെഗറ്റീവ് ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് രണ്ടും എയ്റോബ്സ് ആണ്. എയ്റോബ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് ആണ്. ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ഓർ എയ്റോബ്സ് ആണ്. ആൻഡ് മോട്ടിലിറ്റി നോക്കിയാൽ രണ്ടും നോൺ മോട്ടൈൽ ആണ്. സ്പോർ ഉണ്ടോ? രണ്ടിനും നോൺ സ്പോർ ഫോമിംഗ് ആണ്. സോ ഇതെല്ലാം ആസ് എ സ്ട്രെപ്റ്റോകോക്കൈ രണ്ടിനും സെയിം ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആയാലും അഗലാക്റ്റി ആയാലും രണ്ടിനും അത് സെയിം ആണ്. ഇതൊന്നു തന്നെയാണ്. ഇനി സ്ട്രെപ്റ്റോകോക്കൈ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബ്ലഡ് അഗർ ഹീമോലിറ്റിക് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ബോത്ത് ആർ ബീറ്റാ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ് എന്ന് നമുക്ക് അറിയാം. സോ കംപ്ലീറ്റ് ഹീമോലൈസിസ് ഉണ്ടാകും. ക്ലിയർ കളർലെസ് സോൺ ഓഫ് ഹീമോലൈസിസ് കോളനിയുടെ ചുറ്റും ഉണ്ടാകും. ഷാർപ്ലി ഡിഫൈൻഡ് ഹീമോലിറ്റിക് സോൺ ഉണ്ട്. സോ ബോത്ത് ആർ ബീറ്റാ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ലാൻഡ്സ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ലാൻഡ്സ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താണ് നോക്കുക? സെൽ വാളിലുള്ള ഒരു പ്രത്യേകതരം കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് എന്നാണ് വിളിക്കുക. സോ ഇത് രണ്ടിനും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ലാൻഡ്സ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് പ്രകാരം സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസോ, ഞാൻ ഇവിടെ പയോജൻസ് എഴുതാം, പയോജനേസ്, ആൻഡ് ഇവിടെ സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റി. പയോജനേസ് ഈസ് ഗ്രൂപ്പ് എ ആണ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൈ ആണ്. സോ GAS ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ആണ് പയോജനേസ് എന്ന് പറയുന്നത്. പക്ഷെ അഗലാക്റ്റി ഈസ് ഗ്രൂപ്പ് ബി ആണ്. ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുമ്പോൾ GBS എന്നായിരിക്കും നമ്മൾ എഴുതുക. സോ ആസ് പെർ ലാൻഡ്സ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ അഗലാക്റ്റി ആൻഡ് പയോജൻസ് ആർ ഡിഫറെന്റ്. ദാറ്റ് ഈസ് പയോജൻസ് ഈസ് ബീറ്റാ ഹീമോലിറ്റിക് ഗ്രൂപ്പ് എ ആണെങ്കിൽ ഇത് ബീറ്റാ ഹീമോലിറ്റിക് ഗ്രൂപ്പ് ബി ആണ് എന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി എല്ലാ സ്ട്രെപ്റ്റോകോക്കൈയും ക്യാപ്സ്യൂൾ ഉള്ളവയല്ല. സം ആർ ക്യാപ്സുലേറ്റഡ്, സം ആർ നോൺ ക്യാപ്സുലേറ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ്, ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജനേസ്, ആൻഡ് ഗ്രൂപ്പ് ബി രണ്ടും ദീസ് ആർ ക്യാപ്സുലേറ്റഡ് ആണ് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ക്യാപ്സുലേറ്റഡ് ആൻഡ് ഓൾസോ ദിസ് ഈസ് ക്യാപ്സുലേറ്റഡ്. പക്ഷേ രണ്ടിനെയും ക്യാപ്സ്യൂൾ വ്യത്യാസമുണ്ട്. ഇൻ സ്ട്രെപ്റ്റോകോക്കസ് പയോജനേസ് ദ ക്യാപ്സ്യൂൾ ഇസ് മേഡ് ഓഫ് ഹയാലുറോണിക് ആസിഡ്. ഹയാലുറോണിക് ആസിഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മേഡ് ഓഫ് പോളിസാക്കറൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവിടെ വ്യത്യാസമുണ്ട്. സോ ദിസ് ഹയാലുറോണിക് ആസിഡ് ഒക്കെ ദിസ് പ്രൊട്ടക്ട് ഫ്രോം മാക്രോഫേജസ്, ഫാഗോസൈറ്റോസിസ് ബൈ മാക്രോഫേജസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിനകത്ത് സെൽ സർഫസിലുള്ള ഒരു എം പ്രോട്ടീനെ പറ്റി നമ്മൾ പറഞ്ഞു. എം പ്രോട്ടീൻ അല്ലെങ്കിൽ എം പ്രോട്ടീൻ ജീൻ. ഇതനുസരിച്ച് വീണ്ടും നമുക്കൊരു 80 to 100 തരം സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് നമുക്ക് ഉണ്ടാക്കാം. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് ഗ്രിഫിത്ത് ക്ലാസിഫിക്കേഷൻ എന്നാണ്. സോ എം പ്രോട്ടീൻ പ്രൊട്ടക്ട്സ് ഫ്രം കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഗ്രിഫിത്ത് ക്ലാസിഫിക്കേഷനിൽ 80 to 100 തരമുണ്ട്. ഇവിടെ സം അതർ ക്ലാസിഫിക്കേഷൻസ് വഴി ദിസ് ഈസ് ഓൾസോ ഓഫ് ഡിഫറെന്റ് ടൈപ്പ്, വിവിധ തരം ഇവിടെയും ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ സംഭവമല്ല. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആണോ അഗലാക്റ്റിയോ ആണോ എന്നറിയാൻ ചില ടെസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ബാസിട്രാസിൻ എന്തായിരുന്നു? സെൻസിറ്റീവ് ആണ്. ഇത് സെൻസിറ്റീവ് ആണെങ്കിൽ അഗലാക്റ്റി ഈസ് ബാസിട്രാസിൻ റെസിസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് PYR ടെസ്റ്റ് ആണ്. PYR ടെസ്റ്റ് പോസിറ്റീവ് ആണ്. PYR പോസിറ്റീവ് ആണ് പയോജനീസ്. ബട്ട് അഗലാക്റ്റി ഈസ് PYR നെഗറ്റീവ് ആണ്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് CAMP ടെസ്റ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് CAMP ടെസ്റ്റ് പോസിറ്റീവ് ആണ്. CAMP ടെസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? ബീറ്റാ ഹീമോലിസിസ് ഏരിയ കൂടുതലായിട്ട് വരും എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അടുത്ത ടെസ്റ്റ് ഏതായിരുന്നു? സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ഹിപ്യൂറേറ്റ് ടെസ്റ്റ്. ഹിപ്യൂറേറ്റ് ഹൈഡ്രോളിസിസ് ടെസ്റ്റ് HHC ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ദിസ് ഈസ് പോസിറ്റീവ് ആണ്. സോ ടെസ്റ്റ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇത് വളർത്താനുള്ള സെലക്റ്റീവ് മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് വളർത്താനുള്ള മീഡിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രിസ്റ്റൽ വയലറ്റ് ബ്ലഡ് അഗർ മീഡിയ ആണ് ഒരെണ്ണം. ക്രിസ്റ്റൽ വയലറ്റ് ഇൻഹിബിറ്റ് സ്റ്റെഫലോകോക്കസിനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ്. പിൻ പോയിന്റ് സൈസ് കോളനീസ്, പിൻ പോയിന്റ്
സൈസ് കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. രണ്ടാമത്തെ ഒരെണ്ണം ഉള്ളത് PNF മീഡിയ ആണ്. PNF മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് P ഫോർ പോളിമിക്സിനാണ്, N ഫോർ നിയോമൈസിനാണ് ആൻഡ് F ഫോർ ഫ്യൂസിഡിക് ആസിഡ് ചേർന്ന ഒരു മീഡിയ. ദെൻ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് മീഡിയ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്പൈക്സ് മീഡിയ എന്നാണ്. പൈക്സ് മീഡിയ, കാരണം ഇത് ഡെലിക്കേറ്റ് ബാക്ടീരിയ ആണ്, അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നേരത്തെ ഒരു മീഡിയ വേണം. പൈക്സ് മീഡിയനകത്ത് ക്രിസ്റ്റൽ വയലറ്റ് ഉണ്ട്, സോഡിയം അസൈഡ് ഉണ്ട്. അത് ബ്ലഡ് അകാറിലുള്ള മീഡിയ ആണ് പൈക്സ് മീഡിയ. വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ അതിനകത്ത് സെൽ ഡിവിഷൻ ഒന്നും നടക്കില്ല. ഇനിയുള്ളത് ലിക്വിഡ് മീഡിയ ആണ്. ലിക്വിഡ് മീഡിയ ഇതിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ് പാരജിനസ് ഗ്ലൂക്കോസ് ഓർ സിറം ബ്രോത്ത് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. ഇനി അഗലാക്റ്റിയെ, നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് LIM ബ്രോത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. LIM ബ്രോത്ത് എന്ന് പറയുമ്പോൾ ടോഡ്സ് ഹെവിറ്റ് ബ്രോത്ത് വിത്ത് ആന്റിബയോട്ടിക്സ് ലൈക്ക് കോളിസ്റ്റിൻ, നാലിഡിക്സിക് ആസിഡ് പോലെയുള്ളവ ചേർക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ടോഡ് ഹെവിറ്റ് ബ്രോത്ത് മീഡിയ, LIM മീഡിയ. അതാണ് സ്റ്റാൻഡേർഡ്. ദെൻ ക്രോമോജനിക് അഗാർ, ക്രോമോ എന്ന് വെച്ചാൽ കളറാണ്, പ്രത്യേകം കളർ ഉണ്ടാക്കുന്ന അഗാർ മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ സെലക്ടീവ് ഏജൻറ്റ്സ് ലൈക്ക് അഗറിനകത്ത് ഉദാഹരണത്തിന് താലസൾഫേറ്റ് പ്ലസ് ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ ചേർന്ന മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അഗലാക്റ്റി. ഇനി നമുക്ക് ഇതിന്റെ ഹാബിറ്റാറ്റ് പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസിന്റെ ഹാബിറ്റാറ്റ്, പ്രൈമറി ഹാബിറ്റാറ്റ് ഈസ് ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്ട് തന്നെയാണ്, മനുഷ്യൻ റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. എസ്പെഷ്യലി ഫാരിങ്സിനകത്തുണ്ട്. ഫാരിഞ്ചൽ മ്യൂക്കോസ, സ്കിൻ, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെയാണ് പകരുക, സ്കിൻ കോണ്ടാക്ട് വഴിയും പകരാം. ദെൻ റെക്ടൽ ഓർ ജെനിറ്റൽ മ്യൂക്കോസയിലും ഇത് കണ്ടേക്കാം, എങ്കിലും പ്രധാനമായിട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. പക്ഷേ അഗലാക്റ്റി എവിടെയാണെന്ന് വെച്ചാൽ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിലാണ്, GIT-ലും കാണാം. റെക്ടം, വജൈന തുടങ്ങിയ ഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് ഫീമെയിൽ, എസ്പെഷ്യലി മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഫീമെയിൽ ആൻഡ് ഓൾസോ ഇൻ ത്രോട്ടിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും കണ്ടേക്കാം. സോ ഇതാണ് ജെനിറ്റോ യൂറിനറി ട്രാക്ട് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇവിടെ റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. ഇനി ഏതെല്ലാം വിർലൻസ് ഫാക്ടേഴ്സ് ആണ് ഇവയിലുള്ളത്? വിർലൻസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പയോജനേസ്, അതിനകത്ത് നമ്മൾ ഓൾറെഡി ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാപ്സ്യൂൾ ഇസ് മേഡ് ഓഫ് ഹൈലൂറോണിക് ആസിഡ് ആണ്. ഹൈലൂറോണിക് ആസിഡ് ആണ് ഒരെണ്ണം. ദെൻ പിന്നെ M പ്രോട്ടീൻ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇത് രണ്ടും ഓൾറെഡി പറഞ്ഞാണ്. ആൻഡ് പിന്നെ ഉള്ളത് ഹീമോലൈസിൻസ് ഉണ്ട്. ഹീമോലൈസിൻസ് ഉദാഹരണം സ്ട്രെപ്റ്റോലൈസിൻ O ഉണ്ട്. ദെൻ സ്ട്രെപ്റ്റോലൈസിൻ O ആൻഡ് S എന്നിവയാണ്. സോ പല അസുഖങ്ങളിലും ഇവിടെ ഈ ആന്റിബോഡിയുടെ അളവ് നോക്കാറുണ്ട്. ആന്റി സ്ട്രെപ്റ്റോലൈസിൻ SO OO ഒക്കെ നോക്കാറുണ്ട്. O ആണ് പ്രധാനം. ആൻഡ് ഇവയ്ക്കെതിരെയുള്ള ടൈറ്റർ, ആന്റി സ്ട്രെപ്റ്റോലൈസിൻ ടൈറ്റർ ASO എന്നായിരിക്കും നമ്മൾ പറയുക. ASO ടൈറ്റർ ഒരു 200 ടോഡ് യൂണിറ്റിലാണ്. ടോഡ് യൂണിറ്റ്സിനൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്നൊക്കെ ഒരു മാർക്കറായിട്ട് കണക്കാക്കാറുണ്ട്. ദെൻ സ്ട്രെപ്റ്റോലൈസിൻസ് ക്യാൻ കോസ് RBC മെംബ്രെയിൻ ലൈസിസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സ്ട്രെപ്റ്റോലൈസിൻസ് എന്ന് പറയുന്ന സംഭവം. ഇനി ഇതിനകത്തുള്ളത് സ്ട്രെപ്റ്റോകോക്കസ് പയോജനിക് എക്സോടോക്സിൻസ് ആണ്. നമുക്കതിനെ SPE എന്ന് എഴുതാം. SPE A ഉണ്ട്, B ഉണ്ട്, C, A ഒക്കെയാണ് പ്രധാനം. ആൻഡ് ഇതിനെ നമ്മൾ സൂപ്പർ ആന്റിജൻസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഇവ T സെൽസിൽ ആക്ട് ചെയ്തിട്ട് ഇമ്മ്യൂണോ മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. സൈറ്റോകൈൻസ് അതൊക്കെയാണ് ഇന്റർലൂക്കിൻ 1, 2, TNF ആൽഫ. സോ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് ടോക്സിക് ഷോക്ക് ലൈക്ക് സിൻഡ്രോം ചിലപ്പോൾ ഉണ്ടാക്കാം. സിമിലർ ടു സ്റ്റെഫലോകോക്കസ് ഉണ്ടാക്കുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രോം ആണ്. ഇനി എർത്രോജനിക് എക്സോടോക്സിൻ A. സോ ഇതാണ് സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുക. SPA അത് ഇൻട്രാഡെർമൽ ആയിട്ട് ചിലപ്പോൾ കുത്തിവെക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ, ഇപ്പം ഉണ്ടോന്ന് അറിയില്ല. ആൻഡ് അവിടെ എർത്തീമ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഡിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ടു സ്കാർലറ്റ് ടെസ്റ്റ് അറിയാം. ആൻഡ് ഇതിന്റെ റിവേഴ്സ് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ സാധനത്തിനകത്തേക്ക് ANTI-SP ടോക്സിൻ കുത്തിവെക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ആ സംഭവം മാഞ്ഞു പോകുന്നതും ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലായിരിക്കും. ദെൻ എക്സോടോക്സിൻ B ഉണ്ട്. എക്സോടോക്സിൻ B ഈസ് ഒരു പ്രോട്ടിയേസ് ആണ്. പ്രോട്ടിയേസ് ഉണ്ടാക്കുന്നത് നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് ആണ്. ഉണ്ടാക്കുന്നത്. സോ അതിനെ ഫ്ലഷ് ഈറ്റിംഗ് സ്ട്രെപ്റ്റോകോക്കൈ എന്നാണ് വിളിക്കുക. എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഇനി ഇവയിൽ എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ഉള്ളത് ഒന്ന് സ്ട്രെപ്റ്റോകൈനേസ് ആണ്. സ്ട്രെപ്റ്റോകൈനേസ് കേട്ടിട്ടുണ്ടാവും. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്ലാസ്മിൻ ആക്കും. സോ ഇതുമൂലം ഫൈബ്രിനോലൈസിസ് ഉണ്ടാക്കുന്നതാണ് സ്ട്രെപ്റ്റോകൈനേസ്. ദെൻ വേറൊരെണ്ണം സ്ട്രെപ്റ്റോഡോർനേസ് ആണ്. സ്ട്രെപ്റ്റോഡോർനേസ് എന്ന് പറയുന്നത് DNA ഹൈഡ്രോളിസിസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ DNase ആണ്, എൻസൈം ആണ്. ദെൻ ഹയാലുറോണിഡേസ് ഉണ്ട്. ഹയാലുറോണിഡേസ് എന്ന് പറയുന്നത് സ്പ്രെഡിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി അഗലാക്റ്റിയിലെ വിർലൻസ് ഫാക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ വൺ ഈസ് ക്യാപ്സ്യൂൾ തന്നെയാണ്. ക്യാപ്സ്യൂൾ മേഡ് ഓഫ് പോളിസാക്കറൈഡ് ആണ്. സോ പോളിസാക്കറൈഡ് ഉള്ളതുകൊണ്ട് ഫാഗോസൈറ്റോസിസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലിപ്പോട്ടിക്കോയിക് ആസിഡ് അതിനകത്തുണ്ട്. ദെൻ ബീറ്റാ ഹീമോലൈസിൻ എന്ന് പറയുന്ന സംഭവം ഇതിനകത്തുണ്ട്. ദെൻ പിന്നെയുള്ളത് ഹയാലുറോണേറ്റ് ലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. സോ ഇതാണ് ഈ പ്ലാസെന്റ ആംനിയോട്ടിക് ഫ്ലൂയിഡ്സിനകത്തേക്ക് കടക്കാനും ഫീറ്റസിനകത്ത് രോഗം ഉണ്ടാക്കാനും
ഉണ്ടാകാനൊക്കെ കാരണം ദിസ് ഹയാലുറോണിനേറ്റ് ലൈസ് ഉള്ളത് ഉണ്ടാകും. ഇനി നമുക്ക് പറയേണ്ടത് ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ ദീസ് ഓർഗാനിസം. സോ ആദ്യം നമുക്ക് സ്ട്രെപ്റ്റോകോക്കസ് പയോജനിസ് മൂലമുള്ള ഇൻഫെക്ഷൻ പറഞ്ഞാൽ 2 തരം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. വൺ ഈസ് പയോജനിക് ഓർ നമുക്കതിനെ സുപ്പുറേറ്റീവ് എന്ന് വെച്ചാൽ അവിടെ ഇത് വരുന്നുണ്ട്, സുപ്പുറേഷൻസ് വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഈസ് നോൺ സുപ്പുറേറ്റീവ്. സോ സുപ്പുറേറ്റീവ് ഓർ നോൺ സുപ്പുറേറ്റീവ് ഇൻഫെക്ഷൻസ് ആണ് ഇത് ഉണ്ടാക്കുക. 2 തരം ഇൻഫെക്ഷൻസ്. സോ പയോജനിക് അല്ലെങ്കിൽ സുപ്പുറേറ്റീവ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അക്യൂട്ട് ഫാരിഞ്ചൈറ്റിസ് ആണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ റിക്കറൻസ് ഓർ ത്രോട്ട് എന്നാണ് നമ്മൾ തൊണ്ടയിലുള്ള പ്രശ്നം. സോ റെഡ് സോളൻ ടോൺസിൽ. സോ ഇത് പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം എന്നുള്ളത് വേറെ കാര്യം. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് മെംബ്രേനീസ് ഫാരിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. സോ തൊണ്ട ഈ ഏരിയയിലാണ് പ്രശ്നം. ദെൻ സ്കിന്നിലാണെങ്കിലോ ഓൺ സ്കിന്നിൽ ദിസ് ക്യാൻ കോസ് ഇംപെറ്റിഗോ നമ്മൾ സ്റ്റെഫലോകോക്കസിലും പറഞ്ഞു. സോ ഇവിടെ നോൺ ബുള്ളസ് ഇംപെറ്റിഗോ ആണ് ഉണ്ടാക്കുന്നത്. ബുള്ളസ് ടൈപ്പ് ഉണ്ടാക്കുന്നത് സ്റ്റെഫലോകോക്കസിലാണ്. ഹണി കോംബ് ക്രസ്റ്റ് പോലെ ഇരിക്കും. ഹണി കോംബ് ക്രസ്റ്റ് ലൈക്ക് ആണ് സംഭവം ഉണ്ടാക്കുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇംപെറ്റിഗോ സ്ട്രെപ്റ്റോകോക്കസ് പയോജനിസ് മൂലമുള്ളതാണ്. രണ്ടാമത്തത് സ്കിൽ ഉണ്ടാക്കുന്നത് എറിസിപ്പിലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത് അപ്പർ ലെയർ ഓഫ് ഡെർമിസ് ആൻഡ് സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്. സോ ലിംഫാറ്റിക്കിൽ കൂടി വരുന്നതാണ് എറിസിപ്പിലാസ് എന്ന് പറയുന്നത്. ലിംഫാറ്റിക്സിനെ ബാധിക്കും. സോ റെഡ് റാഷസ് നമുക്ക് കാണാൻ പറ്റും. സോ ലിംഫാറ്റിക്സിനെ ബാധിക്കുന്നതാണ് എറിസിപ്പിലാസ് എന്ന് പറയുന്നത്. ദെൻ സെല്ലുലൈറ്റിസ് ഉണ്ടാക്കാം. സെല്ലുലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഡീപ്പർ ലെയർ ഓഫ് ഡെർമിസ്. ദെൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലൊക്കെ വരുന്നതാണ് ഇത്. ദെൻ ഇനി ഉണ്ടാക്കുന്നത് സ്കാർലറ്റ് ഫീവർ ആണ്. സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കാം. സോ എർത്രോജനിക് എക്സോടോക്സിൻ എ മൂലമാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു സാൻഡ് പേപ്പർ ഫീൽ ഉള്ള റാഷസ് ആണ് ഇത് ഉണ്ടാക്കുക. ദെൻ നാക്ക് നോക്കി കഴിഞ്ഞാൽ കോട്ടഡ് ടങ് ഉണ്ടാക്കാം. കോട്ടഡ് ടങ് വിത്ത് പർപ്പിൾ. നാക്കിനൊരു പർപ്പിൾ കളർ ഉണ്ടാകും. സോ അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുക സ്ട്രോബെറി ടങ് എന്നാണ്. സ്ട്രോബെറി ടങ് ഉണ്ടാക്കും ബിക്കോസ് ഓഫ് ദിസ് സ്കാർലറ്റ് ഫീവർ. ദെൻ അടുത്തത് അക്യൂട്ട് നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ ഇതിന് വേറെ പേരുണ്ട്, ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ഗാംഗ്രീൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഈ പേരാണ്. സോ എക്സസ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്കിൻ ആൻഡ് ഫേഷ്യ ആണ് ഇതുണ്ട്. സോ അതുകൊണ്ട് ഇതിനെ സ്കിൻ അല്ലെങ്കിൽ ഫ്ലഷ് സ്കിൻ അല്ല, ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജനിസിനെ വിളിക്കാറുണ്ട്. ദെൻ ENT ക്വിൻസി ഉണ്ടാക്കാം. ദെൻ പെരിടോൺസിലാർ ആബ്സസ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ ന്യൂമോണിയ ഉണ്ടാക്കാം. ലിംഫാഞ്ചൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ TSS ടോക്സിക് ഷോക്ക് സിൻഡ്രോം നമ്മൾ പറഞ്ഞു. ദെൻ ബാക്ടീരിയമിയ, ദെൻ ഓട്ടൈറ്റിസ് മീഡിയ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ പയോജനിസ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. സോ ഇത്രയും പറഞ്ഞെല്ലാം സുപ്പറേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് പഴുപ്പുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നോൺ സുപ്പറേറ്റീവ്, പഴുപ്പ് ഇല്ല പക്ഷെ 2 പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വൺ ഈസ് അക്യൂട്ട് റുമാറ്റിക് ഫീവർ ആണ്. രണ്ടാമത്തത് അക്യൂട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 2 സ്ഥലത്തും പസ് ഓർ സുപ്പറേഷൻ ഇല്ല. ആൻഡ് ഇതുണ്ടാവാനുള്ള കാരണം പറയുന്നത് മോളിക്കുലാർ മിമിക്രി മൂലം ആണ് എന്നാണ് നമ്മൾ പറയാം. മോളിക്കുലാർ മിമിക്രി. ആൻഡ് ദീസ് 2 ആർ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. ആൻഡ് ഈ സംഭവത്തിനെതിരെ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ആന്റിബോഡീസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അടിഞ്ഞു ചേരുന്നു അല്ലെങ്കിൽ ഒട്ടിച്ചേരുന്നു. ആൻഡ് ശരീരത്തിന്റെ പ്രത്യേക ചില ഭാഗങ്ങളിൽ ഓർഗനിലൊക്കെ ചെന്ന് മിമിക് ചെയ്യുന്നു ഈ സംഭവം. സോ ഉദാഹരണം സെൽ വാളിലെ എം പ്രോട്ടീൻ ഓൺ ദ സെൽ വാൾ, അത് മയോകാർഡിയലായിരിക്കും ചെന്ന് ഒട്ടിച്ചേരുക. സെൽ വാളിലെ C കാർബോഹൈഡ്രേറ്റ് പോയി ഒട്ടിച്ചേരുന്നത് ഹൃദയത്തിന്റെ വാൽവുകളിലാണ്, വാൽവ്സ് ഓഫ് ദ ഹാർട്ട്. ഹയാലുറോണിക് ആസിഡ് ചെന്ന് ഒട്ടിച്ചേരുന്നത് സൈനോവിയൽ ഫ്ലൂയിഡിലാണ് പോവുക. ദെൻ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, ഇതിന്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഗ്ലോമർലസിന്റെ അവിടെ പോയിട്ടായിരിക്കും, നെഫ്രോണിന്റെ ഗ്ലോമർലസിൽ പോയിട്ടായിരിക്കും ഒട്ടിച്ചേരും. സോ ഹൃദയത്തിൽ അപ്പോൾ ഉണ്ടാക്കാവുന്നത് റുമാറ്റിക് ഹേർട്ട് ഡിസീസ് ഉണ്ടാക്കാം. ജോയിന്റ്സിലെ പോളി ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. സ്കിന്നിലെ എറിത്രീമ മാർജിനേറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ നോഡ്യൂൾസ് ഉണ്ടാക്കാം. ദെൻ ബ്രെയിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഭാഗത്തും പോയി ഇത് ഒട്ടിച്ചേരാം. ഇതെല്ലാം കൂടി ചേരുന്ന ഈ ആന്റിബോഡീസ് മൂലമുള്ള മൾട്ടി സിസ്റ്റം ഡിസോർഡറിനെയാണ് നമ്മൾ അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്ന് നമ്മൾ പറയാം. സോ റിക്കറന്റ് ആയിട്ടുള്ള ഫാരിഞ്ചൈറ്റിസ് വരുന്ന ആൾക്കാരിൽ, കുട്ടികളിലാണ് ഇത് പിന്നീട് അക്യൂട്ട് റുമാറ്റിക് ഫീവർ ആയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇമ്മ്യൂൺ റെസ്പോൺസ് മൂലമാണ്. രണ്ടാമത്തത് അക്യൂട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് വരുന്നത് ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിനിലാണ്. ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ അവിടെ പോയി ഒട്ടിച്ചേരുന്നു
തീരുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ആൻഡ് ഇത് കൂടുതലും വരുന്നത് ഫാരിഞ്ചൈറ്റിസ് വരുന്നതുകൊണ്ടല്ല, സ്കിന്നിലെ പയോഡെർമിക് ഇൻഫെക്ഷൻ അതിന് ശേഷമാണ്. സോർ ത്രോട്ടിന് ശേഷം വരാം, എങ്കിലും ഇതാണ് കൂടുതലായിട്ട് കാണുക. ആൻഡ് ഇത് ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഇത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഇത് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ബിക്കോസ് ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ടൈപ്പ് 3. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് അത്ര ഇതല്ല, മൈൽഡ് ടു മോഡറേറ്റ് ആണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. ദെൻ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോൾ അധികം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും റെമിഷൻ ഉണ്ടാകും. സ്പോണ്ടേനിയസ് റെമിഷൻ ആൻഡ് റിക്കവറി ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇവയിൽ നമ്മൾ ചെയ്തു നോക്കുന്നത് ആന്റി ഡി എൻ എസിന്റെ ടൈറ്റർ നമുക്ക് നോക്കുക. ഒരു എബവ് 300 to 350 ഒക്കെ ഉണ്ടാകും ദിസ് അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് ഉള്ളവർ. അപ്പോൾ ഇത് സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയെ മൂലമുള്ള ഇൻഫെക്ഷൻസ് കൂടി നോക്കിയാൽ രോഗങ്ങൾ പ്രധാനം നവജാത ശിശുക്കളിൽ ഉള്ളതാണ്. നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ കോസ് ഈസ് അഗലാക്റ്റിയെ ആണ്. കാരണം ഇത് നോർമൽ കമൻസൽ ഓഫ് ബർത്ത് കനാൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടി അതിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടിയിലേക്ക് കടക്കാം. സോ ഇറ്റ് ക്യാൻ കോസ് ഏർലി ഓർ ലേറ്റ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ ഉള്ളത് നിയോനേറ്റൽ സെപ്സിസും ഉണ്ടാക്കാം. നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസ് മൂലം ഉണ്ടാക്കാം. സോ അല്ലാതെയും സെപ്സിസ് ഉണ്ടാക്കാം. ഏർലി ഓർ ലേറ്റ് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. ദെൻ മറ്റ് ഇൻഫെക്ഷൻസ് ഇപ്പോൾ ഗർഭിണികളിലാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഓഫ് പ്രഗ്നന്റ് വുമൺ ഉണ്ടാക്കാം. കോറിയോ ആംനിയോസെൻഡിസ് ഉണ്ടാക്കാം. ദെൻ പോസ്റ്റ്പാർട്ടം എൻഡോമെട്രിയോസിസ് അങ്ങനെയൊക്കെയുള്ള പഴുപ്പുകൾ ഉണ്ടാക്കാം. സോ ഇതൊക്കെയാണ് ഒരു കാരണം. ദെൻ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോമൈലൈറ്റിസ്, സെപ്റ്റിക് ആർത്രൈറ്റിസ്, ന്യൂമോണിയ, എൻഡോകാർഡൈറ്റിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ അഗലാക്റ്റിയെ മൂലം ഉണ്ടാകാം. എങ്കിലും അഗലാക്റ്റിയ പ്രധാനമായിട്ടും കുട്ടികളിലാണ്, നിയോനേറ്റൽ ആണ് കൂടുതൽ ഉണ്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആൻഡ് അഗലാക്റ്റി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്ട്രെപ്റ്റോകോക്കസുമായിട്ട് വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.